അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയങ്കരായ മജ്ലിസുൽ ഖുർആൻ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് സൂറത്തു മുഅ്മിനൂൻ 23-ാം അധ്യായം 15 ക്ലാസ്സുകളിലായി 77 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ദിവസം പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ മാർഗം വിട്ട് വ്യതിചലിച്ച് തെറ്റിപ്പോകുന്നവരാണ് എന്ന ഭാഗമാണ് 74 മുതൽ 77 ഉൾപ്പെടെയുള്ള ആയത്തുകളിൽ വായിച്ചത്. മനുഷ്യനെ നന്മയിൽ പിടിച്ചു നിർത്തുന്നത് യഥാർത്ഥമായ പാരത്രിക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എന്ന് പറഞ്ഞു. നിഷേധികളായ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയാത്തുൽ കൗനിയ്യ, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ശ്രദ്ധ ക്ഷണിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് ആകാശങ്ങൾ അവർ കാണുന്നില്ലേ, ആകാശങ്ങളിലെ അത്ഭുതകരങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ പിന്നിലെ ഏകമായ ഒരു ശക്തിയെ മനസ്സിലാക്കാൻ കഴിയില്ലേ? ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നതും സസ്യലതാദികൾ, കായ്കനികൾ, ഫലവൃക്ഷങ്ങൾ, ഫലങ്ങൾ സമൃദ്ധമായി നൽകപ്പെടുന്നതും അവർ കാണുന്നില്ലേ? അവർക്കൊരുപാട് മംഫഅത്തുള്ള, ഉപകാരമെടുക്കാൻ കഴിയുന്ന കന്നുകാലികളെ അവർ കാണുന്നില്ലേ? ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, അവരുടെ യാത്രാ മാർഗങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഇവിടെ ഇന്ന് നമ്മൾ 16-ാമത്തെ ക്ലാസ്സിൽ 78, 82 ആയത്തുകൾ, വളരെ കുറഞ്ഞ ആയത്തുകളാണ്, ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന, നമുക്ക് അർത്ഥം അറിയാവുന്ന ചെറിയ ഒരു പാർട്ടാണ്. 78 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് ആദ്യം അതൊന്ന് പാരായണം ചെയ്യാം. നിഅ്മത്തുല്ലാഹ് വ കമാലു ഖുദ്റതിഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഭാഗം ഇൻഷാ അല്ലാഹ്. പാരായണം ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون. وهو الذي ذرأكم في الأرض وإليه تحشرون. وهو الذي يحيي ويميت وله اختلاف الليل والنهار أفلا تعقلون. بل قالوا مثل ما قال الأولون. قالوا أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون. ഇത്രയും. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم وهو الذي أنشأ لكم السمع وهو الذي أنشأ لكم السمع والأبصار والأفئدة وهو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون وهو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون. Okay. وهو الذي ذرأكم في الأرض وإليه تحشرون. وهو الذي ذرأكم في الأرض وإليه تحشرون. وهو الذي ذرأكم في الأرض وإليه تحشرون. وهو الذي يحيي ويميت وله اختلاف الليل والنهار. وله اختلاف الليل والنهار. أفلا تعقلون. وهو الذي يحيي ويميت وله اختلاف الليل والنهار. أفلا تعقلون. وهو الذي أفلا تعقلون. بل قالوا مثل ما قال الأولون. مثل ما قال الأولون. قالوا أإذا متنا وكنا ترابا
أئنا لمبعوثون أئنا لمبعوثون قالوا أإذا متنا وكنا ترابا وعظاما أئنا لمبعوثون ഒന്നുകൂടെ ഒന്നിച്ചൊന്ന് ഓതാം. തുടക്കം മുതൽ ഓതിക്കോളൂ. وهو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون وهو الذي ذرأكم في الأرض وإليه تحشرون وهو الذي يحيي ويميت وله اختلاف الليل والنهار أفلا تعقلون بل قالوا مثل ما قال الأولون قالوا أإذا متنا وكنا ترابا وعظاما أئنا لمبعوثون. ഓക്കെ, ഇപ്പൊ നിഅ്മത്തുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ചില അനുഗ്രഹങ്ങളെ എടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അറിയാം, നമ്മുടെ ശരീരം എന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ എന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആകാശഭൂമികളൊക്കെ പറഞ്ഞിട്ടേ വഫി അൻഫുസിക്കും, നിങ്ങളിൽ തന്നെ ഉണ്ട് ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, അത്യത്ഭുതകരങ്ങളായ പ്രവർത്തനങ്ങൾ, ശരീരത്തിൻ്റെ ആന്തര ബാഹ്യ അവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും. അള്ളാഹു നമ്മയെല്ലാം കാത്തു സംരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ വഹുവല്ലദീ അൻശഅ ലക്കും, പറയും വഹുവല്ലദീ, അവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ അഥവാ ഒരേ ഒരു ആരാധ്യനല്ലാതെ ആരാധനക്ക് മറ്റാരും അർഹമല്ല. ആരാണ് ആരാധ്യൻ? അല്ലദീ അൻശഅ ലക്കും, നിങ്ങൾക്ക് അൻശഅ ഖലഖ ലക്കും, നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നവൻ, അൻശഅ ലക്കും, നിങ്ങൾക്ക് ഉണ്ടാക്കിയവൻ. എന്തുണ്ടാക്കിയ ആള്? കേൾവി, കേൾക്കാനുള്ള കഴിവ്, കേൾവി തന്നവൻ. അള്ളാഹുവിൻ്റെ പരീക്ഷണമായി ചിലർക്ക് കേൾവിയില്ല, അല്ലേ? കേൾക്കാൻ കഴിയാത്തവരുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. പക്ഷെ കേൾവി എന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഖലീലമ്മ തഷ്കുറൂൻ, നമ്മളെക്കുറിച്ച് പറഞ്ഞതാ, നിങ്ങൾ വളരെ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ. എന്നിട്ടും കാത് കീറുക, കേൾക്കാൻ പറ്റുക,
വൽ അബ്സാറ, കാഴ്ച, കണ്ണുകളെ അഥവാ കാഴ്ചയെ. ബസർ കാണാൻ പറ്റുക, അബ്സാർ കണ്ടിട്ടില്ലെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ കഴിയും. കണ്ണ് കാണാത്ത ഒരാൾക്ക് ഒരു കാര്യം നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുക്കണം അതൊന്ന് ക്ലിയർ ആവാൻ. ആദ്യമായ ഒരു വസ്തുവിനെ ആണെങ്കിൽ, നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കണ്ണ് കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കാണുന്നതോടുകൂടെ എന്തായി, എല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞു. അപ്പൊ കാര്യം ഗ്രഹിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഘടകമാണ് അത്. നിങ്ങൾ കാണുക, വസ്തുക്കളെ ആണെങ്കിൽ അതൊന്ന് കാണുക, കാണുന്നതോടെ കഴിഞ്ഞു. കാണാത്ത ഒരു സംഗതിയെ, ഒരു വസ്തുവിനെ കാണാൻ പറ്റുന്നില്ലാത്ത സാഹചര്യത്തിൽ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ, അതിൻ്റെ സ്വഭാവത്തെ, അതല്ലെങ്കിൽ അതിനെ ടച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനെ മണത്തിട്ട്, അതിലെ അങ്ങനെ 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 കുറേ സമയം എടുക്കും അതിനെ ഒന്ന് മനസ്സിലാക്കാൻ. അത് കണ്ണ് കാണാത്തവർ പറയണം അല്ലെ, ഒരു വസ്തുവിനെ അവരെങ്ങനെ മനസ്സിലാക്കുന്നു. നമ്മളത് കണ്ടില്ലേ, പക്ഷെ കാണാത്തവരുണ്ട്. അപ്പം എന്താണ്, എത്ര വലിയ അനുഗ്രഹമാണ് കാണാനുള്ള ഒരു കഴിവ്. എന്നിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനെന്തെങ്കിലും കുഴപ്പം വന്നാൽ പിന്നെ നമ്മളതിനെ എങ്ങനെ പരിഹരിച്ചാലും മര്യാദയ്ക്കാവില്ലല്ലോ. ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് വരുന്ന കാഴ്ചക്കുറവ്, അതല്ലെങ്കിൽ അല്ലാതെ വരുന്ന കാഴ്ചക്കുറവുകൾ, ഇതൊക്കെ നമ്മളിനി എങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയാലും ആ ഒരു പൂർണ്ണതയാകുന്നില്ലല്ലോ. അപ്പം എന്താണ് ഇപ്പോൾ ഇതിനകത്തെ ഈ കണ്ണിൻ്റെ സൃഷ്ടിപ്പ്, അതല്ലെങ്കിൽ അതിനുള്ളിലുള്ള അത്ഭുതകരങ്ങളായ പ്രവർത്തനങ്ങൾ, ഒറ്റ കാഴ്ചയിൽ തന്നെ അതെന്താണ്, അതിൻ്റെ പേര്, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിപ്പോൾ ഏത് അവസ്ഥയിൽ, എല്ലാം റീഡകൾ ഒറ്റ കാണൽ. വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ വൽ അഫ്ഇദ. ഹൃദയങ്ങളും, ഫുആദ്, അഫ്ഇദ ഹൃദയങ്ങളും, ചിന്ത. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചിന്തനീയമായി വിവരിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് ആലോചിക്കാം. ഒന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പദവിന്യാസത്തിൻ്റെ ക്രമം സമഅ്, അബ്സാർ, അഫ്ഇദ. സമഅ്, അബ്സാർ, അഫ്ഇദ. പൊതുവായ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്തിനാണ് അവിടെ സമഅ ആദ്യം പറഞ്ഞത്, അബ്സാർ പറഞ്ഞത്, അഫ്ഇദ പറഞ്ഞത്? നമ്മളുടേതായ ഒരു തലത്തിൽ നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, മനുഷ്യന് ആദ്യം കാഴ്ചയാണോ കേൾവിയാണോ? എന്താ ആദ്യം മനുഷ്യനുള്ളത്? കേൾവിയാണ്. അത് കഴിഞ്ഞിട്ടാണ് കാഴ്ച. മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറഞ്ഞിടത്തൊക്കെ അങ്ങനെ ഉപയോഗിച്ചത്. സമഅാണ് ആദ്യം ഉപയോഗിച്ചത്. ഫജഅൽനാഹു ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. ഒന്നുമായിരുന്നില്ലാത്ത അവസ്ഥയിൽ നിന്ന് പിന്നെ നമ്മൾ മനുഷ്യനെ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. പിന്നെ ഓനെ കേൾക്കാനും കാണാനും ഒക്കെ ആക്കി. കാണാനും കേൾക്കാനും പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും ഉപയോഗിച്ചെന്താ? സമീഅൻ ബസീറ. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പൊതുവായ ഒരു ഘട്ടത്തെ അല്ലെ ക്രമത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം. വല്ലാഹു അലം, ഓർമ്മപ്പെടുത്തും വിധത്തിൽ തന്നെ അത് ഉപയോഗിച്ചു, സമീഅൻ ബസീറൻ. എന്നാൽ റബ്ബിനെ കുറിച്ച്, സ്രഷ്ടാവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ആദ്യം കേൾവി, കാഴ്ച എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, അല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിനെ ഉണ്ടായതല്ലല്ലോ. അതുകൊണ്ട് അതിൽ ആദ്യം ഏത് അവസാനം ഏത് എന്നുള്ളതിൻ്റെ ചിന്ത അല്ലല്ലോ. റബ്ബ് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിടത്ത് ഈ ക്രമം ഉപയോഗിച്ചിട്ടില്ല. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ആദ്യം ഉപയോഗിച്ചത് ഏതാ? സമഅ് എന്നാണ്. വല്ലാഹു അലം. പിന്നെ
മറ്റൊന്ന് പറയാറുള്ളത്, കാഴ്ചയും ചിന്തയും എന്നത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങളെ കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളെ കാണാൻ പറ്റും. ഞാനിപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്, നമ്മളൊക്കെ കാണുന്നുണ്ട്. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ സദസ്സിലെ പലതും ഏറെക്കുറെ വ്യക്തമായി തന്നെ കാണാം. അതിൻ്റെ ഒരു ബൗണ്ടറിയും കഴിഞ്ഞാലേ പിന്നെ അത്ര വ്യക്തമല്ലാത്തുള്ളൂ. പക്ഷെ മുന്നിൽ ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതും കാണാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരേ സമയം കാണാൻ പറ്റും. അതുപോലെ ചിന്തിക്കാനും പറ്റും. ഒന്നിലധികം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റും, കുറേ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷെ കേൾക്കുക എന്നത് വ്യക്തമായി കേൾക്കാൻ ഇതുപോലെ സാധ്യമല്ല. അതുകൊണ്ടാണ് അബ്സാറ് അഫ്ഇദത്ത് എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഒരു ബഹുവചന പ്രയോഗം എന്ന് രണ്ടിനും ഉപയോഗിക്കും. എന്നിരുന്നാലും ആ ഒരു രീതിയിൽ അതിനെ ഉപയോഗിച്ചത് നമ്മൾ തന്നെ ഇപ്പം പറയാറുണ്ട്. രണ്ടാളോട് പറയില്ല, ഒരാൾ പറയുന്നത്. ഇങ്ങനെ രണ്ടാളോട് പറയില്ല, ഒരാൾ പറയുന്നത്. കാരണം അതുകൊണ്ട് ഒരാളുടെ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ടാളുടേത് കേൾക്കാൻ പറ്റില്ല. രണ്ടാളുടെ കേൾക്കുമ്പോൾ അത് പൂർണ്ണമാവില്ല. നേരെ മറിച്ചൊരു സംഗതി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇവിടെ മുമ്പിൽ രണ്ടെണ്ണം വെച്ചാൽ തന്നെ ഏതാണ്ട് ഓരോ കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ അത് ഒരു ചെറിയൊരു ചിന്ത മാത്രം, അല്ലാഹു അലം. പിന്നെ കാഴ്ച, കേൾവി, ചിന്ത. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാധനം ഇങ്ങനെ കാണുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്ത വ്യക്തമാകും. അതുകൊണ്ട് ആദ്യം അബ്സാർ പറഞ്ഞു, പിന്നെയാണ് അഫ്ഇദ പറഞ്ഞത്. എന്നാൽ കണ്ണില്ലാത്ത ആളുകൾ ചിന്തിക്കുന്നില്ലേ? പക്ഷെ അവർക്ക് എന്തെടുക്കും? അത് ഇതിന് പുറത്താണല്ലേ. അവർ കുറേ സമയമെടുക്കും, അവർക്ക് പിന്നെ പുറത്തുനിന്നുള്ള ഹെൽപ്പ് വേണ്ടി വരും, ഒക്കെ വേണം. അപ്പോൾ സമഉം ബസറും ഫുആദും, ഇതിനെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഈ അനുഗ്രഹമെല്ലാം നൽകപ്പെട്ടിട്ട് അവർക്ക് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, ചിന്താശേഷിയുണ്ട്, അഫ്ഇദ ഇതൊക്കെയുണ്ട്. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതൊക്കെയും ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളാണ് കേട്ടോ. അവിടെ നമ്മൾ ചിന്തിക്കണം. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതായിരിക്കും. നമ്മുടെ കേൾവിയെ, നമ്മുടെ കാഴ്ചയെ, നമ്മുടെ ചിന്താശേഷിയെ, നൽകപ്പെട്ട ഈ അനുഗ്രഹങ്ങൾ നമ്മൾ വേണ്ടുവിധം ഉപയോഗിച്ചുവോ എന്ന് ചോദിക്കപ്പെടും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം ചോദിക്കപ്പെടുന്ന ഒരു നാളുണ്ട്. അവർക്ക് കാതുണ്ട്, അവർക്ക് കണ്ണുകളുണ്ട്, അവർക്ക് ഹൃദയമുണ്ട്. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹ, അതുപോലെ ലാ യുബ്സിറൂന ബിഹ, ലാ യസ്മഊന ബിഹ, കേൾക്കേണ്ടതവർ കേൾക്കുന്നില്ല, കാണേണ്ടതവർ കാണുന്നില്ല, ആവശ്യമായ വിധം അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ വചനവും ഖുർആനിൽ കാണാം. കാതുണ്ട് അവർക്ക്, പക്ഷെ കേൾക്കേണ്ടവരുടെ പ്രയാസങ്ങൾ അവർ കേൾക്കാനില്ല. കേൾക്കേണ്ട നന്മകൾ കേൾക്കാൻ അവർ സന്നദ്ധമല്ല. അവർ മറ്റെന്തോ ലോകത്താണ്. അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ മാത്രം കേൾക്കാനേ അവർക്കുള്ളൂ. അവരുടെ വിഷമം ബാക്കിയുള്ളവർ കേൾക്കണം, ബാക്കിയുള്ളവരുടെ വിഷമം അവർ കേൾക്കൂല. അങ്ങനെയുണ്ട്. നിന്റെ വിഷമം നിങ്ങൾ കേൾക്കണം, നിങ്ങളെ വിഷമം കേൾക്കാൻ ഞാൻ റെഡിയല്ല. അതൊക്കെ അതിൽ പെടും. കാതുണ്ട്, പക്ഷെ കേൾക്കാൻ അവരില്ല. കേൾക്കണം. സമൂഹത്തിൻ്റെ വേദനകളെ, പ്രശ്നങ്ങളെ കേൾക്കാൻ കാത് തുറന്നു വെക്കണം. അവർക്ക് കണ്ണുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർ ലാ യുബ്സിറൂന കാണുന്നില്ലല്ലോ. കാണേണ്ടത് കാണുന്നില്ല, കാണേണ്ടാത്തതോ അനാവശ്യമായതോ കാണാനും അവർക്ക് കഴിയും. എൻ്റെ പ്രശ്നം എല്ലാവരും കാണണം, വേറെ ആരെയും പ്രശ്നം ഞാൻ കാണാൻ റെഡിയൊന്നുമല്ല. മറ്റുള്ളവരുടെ ന്യൂനതയൊക്കെ കണ്ടു വിളിച്ചു പറയും, അത് കാണും. നമ്മളെ ന്യൂനത നിങ്ങളാരും കാണുകയും ചെയ്യരുത്, അത് വിളിച്ചറിയുകയും ചെയ്യരുത്. അവരുടെ കാര്യം മാത്രം ചിന്തിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി അവർ സമയമെടുക്കുന്നില്ല. അപ്പം മനുഷ്യന് നൽകപ്പെട്ട അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല.
ഇനി നിങ്ങൾ ഇതിൽ ആഡ് ചെയ്തോളൂ കാതിനെയും അഥവാ മനുഷ്യൻ്റെ ശ്രവണശക്തിയെക്കുറിച്ച്, അതേപോലെ തന്നെ അബ്സാർ മനുഷ്യൻ്റെ കണ്ണിനെക്കുറിച്ച്, നേത്രത്തെക്കുറിച്ച്, അതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച്. ഇതിനെ മൂന്നിനെക്കുറിച്ചും ഒരുപാട് നമുക്ക് പഠിക്കാൻ കഴിയുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്നും കാണുന്നതും കേൾക്കുന്നതാണല്ലോ. അതിലേക്ക് ഈ ആയത്തുകളെ ചേർത്ത് വെച്ചു എന്ന് മാത്രം. അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അതിൻ്റെ വീഡിയോകളോ അതിൻ്റെ ഇമേജുകളോ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഒരുപാട് അത്ഭുതകരങ്ങളായ പഠനങ്ങളോ ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലുണ്ട്. കണ്ണ് എന്ന അനുഗ്രഹം, കാത് എന്ന അനുഗ്രഹം, ഹൃദയം എന്ന വലിയ അനുഗ്രഹം, ഇതുകൂടെ ഈ ആയത്തിലേക്ക് ചേർത്ത് വെച്ചാൽ നേരത്തെ മുകളിൽ പറഞ്ഞ നിഷേധികളോട് സൂചിപ്പിച്ച ഓരോരോരോ ദൃഷ്ടാന്തങ്ങളിലേക്ക് അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളായി ഇവയെയും ചേർത്ത് വെക്കാൻ പറ്റുകയും ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ പിന്നിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രപഞ്ചാതീതനായ ഒരു ശക്തിയുണ്ട്, ഉണ്ടായതല്ലാത്ത ഒരു ശക്തിയുണ്ട്. ഹുവൽ അവ്വലു വൽ ആഖിറു, അവനാണ് ആദ്യമേയുള്ളവൻ, എന്നെന്നും നിലനിൽക്കുന്നവൻ, ഹയ്യുൽ ഖയ്യൂമായവൻ. അങ്ങനെ ഒരു ശക്തി, അത് പദാർത്ഥാതീതനാണ്, പ്രപഞ്ചാതീതനാണ്. അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് സുനിശ്ചിതമായി മനസ്സിലാകും. പിന്നെ എതിർക്കാൻ വേണ്ടിയും തകർക്കാൻ വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അതിന് മറുപടി എന്ത് പറഞ്ഞാലും പുറത്തുനിന്ന് ആര് പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ കാര്യങ്ങൾ സ്വയം കണ്ണിനെക്കുറിച്ച്, സ്വന്തം കാതിനെക്കുറിച്ച്, സ്വന്തം ഹൃദയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ഇതിനപ്പുറത്തൊരു ശക്തി ഉണ്ട്. ആ ശക്തിയെയാണ് ചിലർ അള്ളാഹു എന്ന് പറയുന്നത്, ചിലർ ദൈവം എന്ന് പറയുന്നത്, ചിലർ ഗോഡ് എന്ന് പറയുന്നത്. അവരവരുടെ ഭാഷയിൽ ആ ഒരേ ഒരു ശക്തിക്ക് നൽകിയ വ്യത്യസ്ത പേരുകളാണ്. അല്ലാതെ ആർക്കെങ്കിലും ഒരാൾക്കുള്ളതല്ല ഇത്. ഇതിൻ്റെ അപ്പുറത്തൊരു ശക്തിയുണ്ട്, ഏക ശക്തിയാണ്. ആ ശക്തിയെ അള്ളാഹു എന്ന് വിളിക്കുന്നു. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത്. അങ്ങനെ അവനെ മാത്രം ആരാധിച്ച് അവനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇസ്ലാം മാത്രമാണ് സ്വീകാര്യമാകുന്നത് എന്നും പറഞ്ഞത്. അല്ലാതെ ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെ ഇസ്ലാം ഇത് അങ്ങനെ വ്യത്യസ്ത മതത്തിൻ്റെ പേരൊക്കെ കൊണ്ട് ചാർട്ട് ചെയ്തിട്ട് ഇത് മാത്രമാണ് എന്ന് പറയാനല്ല. ഈ ഇസ്ലാം ആരാണ്, ഇന്നയാൾ സ്വർഗത്ത് പോവോ ഇന്നയാൾ നരകത്തിലാണോ എന്ന് ചോദിച്ചാൽ അയാൾ ഇസ്ലാമാണോ എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റൂല. അതുകൊണ്ട് ഇന്നയാൾ സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ട ബാധ്യത നമുക്ക് ഇല്ല. നമുക്കിട്ട് അറിയില്ല പറയാൻ. പിന്നെന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞ് കുടുങ്ങിപ്പോവാനാണ് ചോദ്യകർത്താക്കൾ കാത്തിക്കുന്നത് എന്നതേ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പ്രപഞ്ചാതീതനായ ഏകശക്തിക്ക് സമർപ്പണം ചെയ്യുന്ന ജീവിതത്തെ, മരണത്തെ, ആ ജീവിത മരണത്തിനിടയിലുള്ള മുഴുവൻ സന്ദർഭങ്ങളെയും ആരാധനകളെയും എല്ലാം അവന് മാത്രം സമർപ്പിച്ച് അവൻ മനുഷ്യ ജീവിതത്തിന് ഒരു അന്തിമ ദിവസം വെച്ചിട്ടുണ്ടെന്നും അതിനപ്പുറത്തൊരു വിചാരണയും പരിശോധനയും രക്ഷാശിക്ഷാ ലോകവും ഉണ്ട് എന്നും വിശ്വസിച്ച് ആ രക്ഷാമാർഗത്തിന് വേണ്ടി ദുനിയാവിൽ മരണം വരെയുള്ള ജീവിതത്തിൽ സമസൃഷ്ടികളോട്, സഹജീവികളോട്, എല്ലാവരോടും സ്നേഹകാരുണ്യത്തോടുകൂടെ പെരുമാറി, മാതാപിതാക്കളോട് നന്മ കാണിച്ച്, തിന്മകളൊന്നും പ്രവർത്തിക്കാതെ, അനാശാസ്യതകളിലൊന്നും പെട്ടുപോകാതെ, ലഹരികളിലൊന്നും അടിമപ്പെടാതെ, കാരണം അത് തിന്മകൾക്ക് താക്കോലായി മാറുന്നു. ഇങ്ങനെ നല്ല ഒരു മാർഗത്തിലൂടെ ജീവിക്കുന്ന ആരും സ്വർഗത്തിലാണ്. അവൻ്റെ പേരാണ് മുസ്ലിം. കാരണം അവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചാതീതൻ ഏകനാണ്. അതിൻ്റെ അറബി പ്രയോഗമാണ് അഷ്ഹദു അല്ലാ ഇലാഹ, ആരാധ്യനില്ല ഇല്ലല്ലാഹു, ഒരേ ഒരു ആരാധ്യനല്ലാതെ, ഒരേ ഒരു ഇലാഹ അല്ലാതെ വേറെ ഒരു ഇലാഹുല്ല എന്നാണ് അവൻ്റെ പ്രഖ്യാപനം. ഇത് പഠിപ്പിക്കാൻ വന്ന അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവൻ്റെ അള്ളാഹുവിൻ്റെ അഥവാ ആ ഏക സൃഷ്ടാവിൻ്റെ ദൂതനാണ്. ഇത് സാക്ഷ്യപ്പെടുത്തി.
ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം പറയാനുള്ള ഒന്നുമല്ലല്ലോ, ആർക്കും ഉൾക്കൊള്ളാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു തിരഞ്ഞെടുക്കുക എന്ന് തന്നെ മനസ്സിലാക്കാനുള്ളൂ, അഥവാ ആ ഏകശക്തി തിരഞ്ഞെടുക്കുക എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി രണ്ടാമത് പറഞ്ഞപ്പോൾ 3 അനുഗ്രഹങ്ങളെ പറഞ്ഞു, 3 പറഞ്ഞു. വീണ്ടും മനുഷ്യനോട് പറഞ്ഞു, ഒറ്റ പ്രയോഗം, വഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുഹ്ശറൂൻ. ഇങ്ങനെ കാതും കണ്ണും ഹൃദയവും തന്നു നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചു. വഹുവല്ലദീ ദറഅകും ഫിൽ അർള്. എന്തേതു? ദറഅ, ഖലഖ, അൻശഅ. നിങ്ങളെ അവൻ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു, പടച്ചു. വഹുവല്ലദീ ദറഅകും ഫിൽ അർള്. ഈ നാട്ടിൽ, ഈ ഭൂമിയിൽ നിങ്ങളെ അവൻ സൃഷ്ടിച്ചു വിട്ടു. ഇനി ഇവിടെ കാലാകാലമൊന്നുമില്ല. വഇലൈഹി തുഹ്ശറൂൻ. എന്താവും? അവനിലേക്ക് തന്നെ തിരിച്ചു പോയി ഒരുമിച്ച് കൂട്ടപ്പെടും. വഇലൈഹി തുഹ്ശറൂൻ. അവങ്കിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. വഹുവല്ലദീ ദറഅകും ഫിൽ അർള്. ദറഅക നമ്മൾ നേരത്തെയൊക്കെ പലപ്പോഴും പഠിച്ച വാക്കാട്ടോ. ദറഅകും ഫിൽ അർളി വഇലൈഹി തുഹ്ശറൂൻ. നമ്മൾ തുഹ്ശറൂൻ ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പറഞ്ഞ്, മറ്റ് പല സ്ഥലങ്ങളിലും കാണാം തുർജഊൻ, അല്ലേ? തുർജഊൻ, മടക്കപ്പെടും. അതേപോലെ ആദ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആദ, യഊദു, അവിടെ മആദ് പറഞ്ഞിട്ടുണ്ട്, മടക്ക സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മർജിഉക്കും പറഞ്ഞു, നിങ്ങളുടെ മടക്കം. സുമ്മ ഇലയ്യ മർജിഉക്കും ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. പിന്നെ എന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടും, നാം എല്ലാം പരിശോധിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അതൊന്ന് കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അവങ്കിലേക്ക് തന്നെ നമ്മൾ മടങ്ങാനുള്ളതാണ്, ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ളതാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ഇൻഖലബ ലമുൻഖലിബൂൻ. അങ്ങോട്ട് തന്നെ മടക്കപ്പെടുന്നവരാണ്. ഈ ഒരു വിശ്വാസം മനുഷ്യനെ നന്മയിൽ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാം, നമ്മുടെ സന്താനങ്ങളെയൊക്കെ ഈ നന്മയുടെ പാതയിൽ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അപ്പം 3 അനുഗ്രഹം പറഞ്ഞിട്ട് അതിനെ ചേർത്ത് നിങ്ങളെ ഇവിടെ പടച്ചു, ഇനി ഇവിടെ നിന്നാണ് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. വീണ്ടും അനുഗ്രഹം 2 3 കൂടെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇതിനോട് ചേർത്ത് തന്നെ വഹുവല്ലദീ യുഹ്യി വയുമീതു. വഹുവല്ലദീ യുഹ്യി, അവൻ തന്നെ എന്ത് ചെയ്യുന്നു? അഹ്യാ യുഹ്യി, ജീവിപ്പിക്കുന്നു, ജനിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു. യുഹ്യി, അഹ്യാ യുഹ്യി, ഇഹ്യാ. വയുമീതു, അമാത യുമീതു, മൗത്ത്, മമാത്, മരിപ്പിക്കുകയും ചെയ്യും. വഹുവല്ലദീ യുഹ്യി വയുമീതു. അതാണ് അഹ്യാനി ബഅദമാ അമാതനി എന്ന് പറഞ്ഞ പോലെ ആ പ്രയോഗമാണ്. അഹ്യാ മമാത്. മഹ്യായ വ മമാതി, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി. ഹയാത്ത്, മമാത്ത്, ഹയ്യ്, മയ്യിത്ത്. ഇതാണ്. യെസ്. വഹുവല്ലദീ യുഹ്യി വയുമീതു വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ. മറ്റൊരു ദൃഷ്ടാന്തം. വലഹു, അവനുള്ളതാണ്, അവൻ്റേത് തന്നെയാണ്, അവൻ തന്നെയാണ് ചെയ്യുന്നത്. എന്ത്? ഇഖ്തിലാഫ്. ഇഖ്തിലാഫ്
ആ മാറ്റങ്ങൾ എന്തിൻ്റെ മാറ്റങ്ങൾ? ലൈൽ നഹാർ, രാത്രിയും പകലും മാറി മാറി വരുന്നതും അവൻ്റേത് തന്നെയാണ്. അതിൻ്റെ പിന്നിലും അവൻ തന്നെയാണ്. അപ്പം അത് തമ്മിലുള്ള ബന്ധമുണ്ടോ? ഈ രാവും പകലും മാറ്റിമറിക്കുന്നത് പോലെ എന്നെ എന്ത് ചെയ്യാണ്? ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, വീണ്ടും ജീവിപ്പിക്കുന്നു. പക്ഷെ ആ പ്രക്രിയ പിന്നെ അവിടെ നിൽക്കുമെന്ന് വേറെ പറഞ്ഞു തരുന്നു. അപ്പം പിന്നെ അത് ഉൾക്കൊള്ളാം. പൊതുവായി പറഞ്ഞാൽ രാവിൻ്റെയും പകലിൻ്റെയും മാറി മാറി വരവ് പോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടമാണ് ജനിക്കും, മരിക്കും, പുനർജനിക്കും. പിന്നെ അങ്ങനെ പറയേണ്ടതില്ല, കാരണം അത് വേറെ നമുക്ക് പറഞ്ഞു തന്നു. അത് അനന്തമായിരിക്കും, അത്ര അത് അനന്തമായിരിക്കും. ഏതായിരുന്നാലും രാപ്പകൽ മാറ്റത്തെ ജനന മരണത്തോട് ചേർത്ത് വെച്ചാണ് ഈ ആയത്ത് പ്രതിപാദിച്ചത് എന്നത് ചിന്തനീയം, ശ്രദ്ധേയം. ഇതെന്തപ്പം ജീവിപ്പിക്കുകയും മരിക്കുകയും ചെയ്തെടുത്ത് രാവും പകലും പറഞ്ഞതെന്ന് ആലോചിക്കാനില്ല. കൃത്യമാണ് അത് തമ്മിലുള്ള ബന്ധവും ചിന്തയും. വലഹു ഇഖ്തിലാഫു എന്നാ വായിക്കേണ്ടത്. വലഹു പ്ലസ് ഇഖ്തിലാഫു എന്നാണ്. പക്ഷെ വായിക്കേണ്ടത് എങ്ങനെയാ? കുട്ടി വായിക്കുമ്പോ വലഹു ഇഖ്തിലാഫു ആണ്. വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ അഫലാ തഅഖിലൂൻ. എന്നിട്ടും മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ലല്ലോ. അഖൽ, മനുഷ്യരെന്താ ബുദ്ധി കൊടുക്കാത്തത്, ചിന്തിക്കാത്തത്? നമ്മൾ രാത്രി ഇങ്ങനെ കിടന്ന് 9:30, 10, 10:30, 11, 12 മണിക്ക് ഇങ്ങനെയാണ് കിടന്ന് ഉറങ്ങി. നമ്മൾ നോട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആവിടും, ഉറക്കം വരും, ഉറങ്ങും, എണീക്കും, പോരും, പോവും, ഉറങ്ങും, എണീക്കും, പോരും. ഇങ്ങനെയല്ലാതെ ബുദ്ധി കൊടുത്ത് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ഈ ഉണർന്ന് ഉറങ്ങുന്നതിനിടയിലുള്ള ജീവിതത്തിൽ ഇനി കുറേ ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ട്. അതിൽ ഞാനൊരു ഒരുപാട് പ്രവർത്തിക്കാനുണ്ട്. റബ്ബ്, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ എന്നെ സൃഷ്ടിച്ച നാഥനോട്, റബ്ബിനോട്, അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരോട്, മറ്റുള്ളവയോട്, എല്ലാറ്റിനോടും എനിക്ക് ഒരുപാട് ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള, ഇതൊക്കെ അറിയാനുള്ള, ഇതൊക്കെ പഠിച്ചു ചിന്തിച്ചെടുക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കഴിവുകളും എനിക്ക് തന്നു. കാത് തന്നു, കണ്ണ് തന്നു, ചിന്ത തന്നു. ഇതൊക്കെ ഉണ്ട്. ഇനിയൊരു മരണമുണ്ട്. അതിനു മുമ്പ് ഈ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം? തുഹ്ശറൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. പരമാവധി ഞാനത് ചെയ്തുകൊണ്ടിരിക്കണം എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒരു നല്ല വ്യക്തിയായി മാറും. പക്ഷേ എന്തൊക്കെ ആയാലും അതിൻ്റെ ആൾക്കാർ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എതിരാളികളായിട്ടൊരു ടീം നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് എതിർക്കുക എന്നുള്ളതാണല്ലോ വിഷയം, എന്ത് എന്നുള്ളതല്ലോ. അവർ പിന്നെയും പറയുന്ന കാര്യം എന്താ? ബൽ ഖാലൂ മിസ്ല മാ ഖാലൽ അവ്വലൂൻ. പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു തന്നെ വരും പറയും. ബൽ, എന്നാലും, ഖാലു, ഇവർ പറയും, മിസ്ല പോലെ, മാ ഖാല പറഞ്ഞതുപോലെ, അൽ അവ്വലൂന, അന്ന് പണ്ടുള്ള ആൾക്കാർ നിഷേധിക്കുമ്പം പറഞ്ഞ അതേ കാര്യം വരും ഇങ്ങനെ പറയും. എന്താ പറയാ അവര്? അതാണ് അടുത്തായത്തിലേക്ക് കാണാം. ഖാലൂ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമാ അഇന്നാ ലമബ്ഊസൂൻ. അതാ വിഷയം. ഖാലു, അവർ പറയും, അർത്ഥം പറയും, അഇദാ മിത്നാ, അഇദാ മിത്ന, അഇദാ ആയാലുമോ, മിത്ന നമ്മൾ മരിച്ചാൽ, നമ്മൾ മരിച്ചാലുമോ, മരിച്ചിട്ടുമോ, വകുന്ന തുറാബൻ
വകുന്ന നമ്മൾ ആവുകയും ചെയ്തിട്ടോ, തുറാബൻ മണ്ണ്, വഇളാമൻ എല്ല് എന്താകുമോന്ന് ഇന്നാ ലമബ്ഊസുന ബഅസ വീണ്ടും ജനിക്കുക, ഉണ്ടാക്കുക. ബുഇസ വീണ്ടും പറഞ്ഞയക്കപ്പെടുക അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. മബ്ഊസ് മബ്ഊസൂന ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ, പുനർജന്മം നൽകപ്പെടുന്നവർ ആണോ? ഇന്നാ നമ്മളാണെന്നോ, ലമബ്ഊസൂന തീർച്ചയായും പുനർജന്മം ലഭിക്കുന്നവരാണെന്നോ. മരിച്ച് മണ്ണായി, എല്ലായി, പൊടിയായി, നുരുമ്പി പോയിട്ട് പിന്നെയും ഇളാമൻ നഖിറ, ഇളാമൻ നഖിറ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. ജീർണിച്ച് തുരുമ്പിപ്പോയിട്ട് എല്ലൊക്കെ നുരുമ്പിപ്പോയിട്ട് പിന്നെയും. ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, മണ്ണാവും എന്ന് പറഞ്ഞല്ലോ. മണ്ണായിട്ടോ എന്ന് ചോദിച്ചില്ലേ, ഞാൻ മണ്ണായനൂന്നുള്ളത് ചിന്തിക്കണ്ടേ? അതാ പറഞ്ഞ എതിർക്കുന്നവരെ എതിർക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ. ആ വാചക കസർത്ത ഉണ്ടാകുക. ആ പറഞ്ഞ വാചകത്തിൽ തന്നെ ആൻസർ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കൂല. ഞാനേ മണ്ണായിട്ട് പിന്നെയുമോ എന്ന് ചോദിക്കുമ്പോൾ മണ്ണാവുക എന്നൊരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. ഇത് ആദ്യവും മണ്ണായിരുന്നു എന്നുള്ളതും ഉണ്ട്. എന്നിട്ട് അതിൽ നിക്കോലത്തിൽ വന്ന ഞാൻ എന്നാ ചിലപ്പം മണ്ണായി കൂടായി എല്ലാന്നെങ്കിലും ചിന്തിക്കാൻ, അതിൽ നല്ല ഉറപ്പായിട്ടും മണ്ണ് ആയിട്ട് അവിടുന്ന് വീണ്ടും പുനർജന്മം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പിന്നെ അങ്ങോട്ട് അദ്ദേഹം പോണ്ട, മനസ്സിലാവും. ഓരോ ആയത്തുകളുടെയും പദപ്രയോഗങ്ങളും പദങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ബിറ്റ്വീനും ഒക്കെ നമ്മൾ ഇതുപോലെ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. 78 മുതൽ 82 വരെ അല്ലേ? ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയായിട്ട് 95 വരെ പോകണം. 2 ക്ലാസ്സുകളാണ് നമ്മൾ 78 മുതൽ 95 വരെ നേരത്തെ കണക്കാക്കി. നോക്കാം, 95 വരെ അടുത്ത ആഴ്ച എടുക്കണം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആ വിഷയം ഒന്ന് മാറ്റി പിടിക്കാം ഇൻഷാ അല്ലാഹ്. ഏതാണ്ട് തീരാനായിട്ടാ, 118 ആയത്തേ ഉള്ളൂ. ഇങ്ങനെ പഠിച്ചു പോകുന്നത് 118. ഇങ്ങനെ പഠിച്ചു പോകുന്നതുകൊണ്ട് ഒരു വിഷയാധിഷ്ഠിതമായി അല്ലെങ്കിൽ കുറേശ്ശെ ഇങ്ങനെ പാർട്ടായി തിരിച്ച് പഠിക്കുന്നതുകൊണ്ട് ആ പാർട്ട് അങ്ങ് തീർത്ത് പോകുമല്ലോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഓരോ സൂറത്തുകളും വായിച്ചു കഴിയാനുള്ള അവസരം ഇതിലൂടെ നൽകപ്പെടുന്നുണ്ട്. അത് കൂടുതലായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇവിടെ ഒരാൾ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് ഉറക്കെ വായിക്കുന്നതേ ഉള്ളൂ. ഒരു ചെറിയൊരു പ്രേരണ, ഒരു ചെറിയൊരു സ്പാർക്കിംഗ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ബാക്കി കത്തിക്കേണ്ടതും അത് ജീവിതത്തിലേക്ക് എടുക്കേണ്ടതൊക്കെ നമ്മൾ ഓരോരുത്തരാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. പരമാവധി അത് ജീവിതത്തിൽ പകർത്താനും, പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പകർത്തുക, അമലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗം. അങ്ങനെ ചെയ്യാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരസ്പരം സ്നേഹ ബഹുമാനത്തോടുകൂടെ ആദരവ് കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ, കാരുണ്യം ഷെയർ ചെയ്ത് ജീവിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം കരുണ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ. സഹോദരങ്ങളെ, അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തണം. നമ്മുടെയൊക്കെ വീടുകളിലെ പ്രായമായ ആളുകൾ, ആശുപത്രിയിൽ കിടക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, മറ്റു പലരും, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. പരിചരണത്തോടൊപ്പം അതിലപ്പുറമായി അതിൻ്റെ മുന്നിലും പിന്നിലും ഇടയ്ക്കുമൊക്കെ പ്രാർത്ഥനയാണ് ആവശ്യം. അള്ളാഹു അങ്ങനെ രോഗശയ്യയിലുള്ള എല്ലാ നമ്മുടെ ആളുകൾക്കും എല്ലാവിധത്തിലും പാപമോചനം നൽകി രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.